അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ പല രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വർഗീയ ധ്രുവീകരണവും അതിൻ്റെ പേരിലുള്ള മുസ്ലിം അപരവൽക്കരണവും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാർക്കോട്ടിക് ജിഹാദിൻ്റെയും ലവ് ജിഹാദിൻ്റെയും പേരിലുള്ള വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രാതിനിധ്യമില്ലായ്മ നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. ആഭ്യന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് മുസ്ലിം സമുദായത്തിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ കാലത്തെ സാമൂഹികമായ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അതുപോലെ തന്നെ ഗൾഫ് കുടിയേറ്റം ഇന്ന് കുറഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വലിയ തോതിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് നമുക്കറിയാം. അതിലേറ്റവും ഒന്നാമത്തെ ഒരു വിഷയത്തെ അഥവാ വർഗീയ ധ്രുവീകരണവും അതിൻ്റെ പേരിൽ ഇന്ന് ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അപരവൽക്കരണവും ഇന്ന് പൊതുസമൂഹത്തിൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ നാട് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തകരാറ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് മാത്രമായിരിക്കില്ല. ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളിൽ മാത്രം അത് ഒതുങ്ങുകയില്ല. ഇവിടെയുള്ള മറ്റു സാമുദായിക സംഘടനകളിൽ മാത്രം അത് ഒതുങ്ങുകയില്ല. മറിച്ച് മനുഷ്യരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെ ഈ കേരളത്തിലുണ്ടോ അവരെ എല്ലാം മുച്ചൂടും ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നത്തിന്റെ പേരാണ് ധ്രുവീകരണം എന്ന് പറയുന്നത്, വിഷാംശം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുളം നമ്മുടെ മനസ്സിൽ കാണുക, ഒരു ജലാശയം നമ്മൾ മനസ്സിൽ കാണുക. ആ ശുദ്ധജല തടാകത്തിൽ, ശുദ്ധജലത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശുദ്ധജലത്തിലേക്ക് വിഷം കലർന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വിഷം കലരുന്ന സ്ഥലത്ത് മാത്രമല്ല അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, മറിച്ച് ആ ജലാശയത്തിലുള്ള എല്ലാ മത്സ്യങ്ങളെയും അത് ബാധിക്കും. മത്സ്യങ്ങളെ മാത്രമല്ല, ജീവനുള്ള എന്തെല്ലാം സാധനങ്ങൾ അതിലൂടെ ഒഴുകിപ്പോകുന്നുണ്ടോ, അതിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, അതിനെ എല്ലാം അത് ബാധിക്കും. ഇതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം, അതിനൊന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളം, ഈ കേരളത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന, നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളാണ് നമ്മളെല്ലാവരും. അതിന് പ്രത്യേകമായ പേരുകൾ ഉണ്ടാകാം, പ്രത്യേകമായ ജാതികൾ ഉണ്ടാകാം, പ്രത്യേകമായ പ്രദേശങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ ജലാശയത്തിലെങ്ങാനും അവിടെ വിഷാംശം കലർന്നു കഴിഞ്ഞാൽ ആ വിഷം കുടിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട മത്സ്യങ്ങൾ മാത്രമായിരിക്കില്ല. അതിലുള്ള എല്ലാ മത്സ്യങ്ങളും ആ വിഷം കഴിക്കേണ്ടി വരും, അതിന് വിധേയമാക്കേണ്ടി വരും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെയും സാഹചര്യം. അതുകൊണ്ട് എന്നെ ഓൺലൈനിലും ഇവിടെ പരിസര പ്രദേശങ്ങളിലും ഈ സദസ്സുകളിലുമൊക്കെ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മുടെ നാട് ഒരിക്കലും ഭിന്നിച്ചുകൂടാ. ഇവിടെ ധ്രുവീകരണം ഉണ്ടായിക്കൂടാ. അത് നമ്മുടെ സ്വൈര ജീവിതത്തെ തന്നെയാണ് ബാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനധിക ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രം വായിക്കുന്ന, ടി വി കാണുന്ന, വാർത്തകളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വന്നുകൊണ്ടിരിക്കുന്ന, രാവും പകലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മരുന്ന് കുടിക്കുന്നത് പോലെ ഒന്ന് വീതം 3 നേരം എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വിദ്വേഷ പ്രവാഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷം കഴിക്കുകയും കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എന്താണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിൽ വാളയാർ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു ആൾക്കൂട്ട കൊലപാതകം. ആ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ വീഡിയോകൾ നമ്മുടെ മാധ്യമങ്ങളിലുണ്ട്. ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ആ സാധുവായ മനുഷ്യനെ ആ ആൾക്കൂട്ടം വളഞ്ഞു വെച്ച് ആക്രമിക്കുമ്പോൾ, അവൻ്റെ തലക്കടിക്കുമ്പോൾ, അവൻ്റെ കണ്ണിനടിക്കുമ്പോൾ, അവൻ്റെ മുതുകിനടിക്കുമ്പോൾ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ബംഗ്ലാദേശിയാണോ എന്നാണ് ചോദ്യം. നീ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നയാളാണോ എന്നാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചോദിക്കുന്നു. അദ്ദേഹം അതിനെന്തോ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മറുപടിയൊന്നും അവർക്ക് കേൾക്കേണ്ടതില്ല. വീണ്ടും അവനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അവസാനത മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചത് മരിച്ചു പോവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ
മൃതദേഹം മോർച്ചറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചത്. അവസാനം അതാരാണ് എന്താണ് എന്നൊക്കെ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് അത് ബംഗ്ലാദേശിയല്ല എന്ന് മനസ്സിലാകുന്നത്. വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ് എന്ന് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല എന്ന് എല്ലാവരും തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ എന്തു മനസ്സിലാക്കണം? ഈ രാജ്യത്ത് വിഭാഗീയത നട്ടുവളർത്തിയാൽ, വിഷവിത്തുകൾ നമ്മൾ നട്ടുവളർത്തിയാൽ അത് കൊയ്യുന്നത് ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയല്ല. ഉത്തരേന്ത്യയുടെ പ്രത്യേകത പല സ്ഥലങ്ങളിലും ഗല്ലികളായിട്ടാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പോയാൽ അവിടെ മുഴുവൻ മുസ്ലിമീങ്ങളാണ്, മറുഭാഗത്ത് പോയാൽ അവിടെ ഹൈന്ദവ വിശ്വാസികളാണ്. അങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഓരോ ഭാഗത്തായി താമസിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ 1 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ മതവിശ്വാസികളെയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടിൻ്റെ പേരാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. ഈ കേരള സംസ്ഥാനത്തിനെങ്ങാനും തീ പിടിച്ചാൽ, ഇവിടെ എങ്ങാനും വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ കത്തുന്നത് മുസ്ലിം വീടുകൾ മാത്രമായിരിക്കില്ല, ഹിന്ദു വീടുകൾ മാത്രമായിരിക്കില്ല, ക്രൈസ്തവ വീടുകൾ മാത്രമായിരിക്കില്ല, അത് എല്ലാവരുടേതുമായിരിക്കും. ഒരു പ്രശ്നമുണ്ടായാലോ, ഒരു കലാപമുണ്ടായാലോ അതിൻ്റെ സാമ്പിളാണ് വാളയാറിൽ കണ്ടത്. ഇവിടെ ചില പൊതുബോധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്താ? ബംഗ്ലാദേശിൽ നിന്ന് ചില ആളുകൾ ഇവിടെ നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും സാധാരണക്കാരനല്ല പറഞ്ഞു വെക്കുന്നത്. മറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഇവിടെ നുഴഞ്ഞു കയറ്റക്കാരുണ്ട് എന്ന്. ആ നുഴഞ്ഞു കയറ്റക്കാർ അവരുടെ വേഷം കൊണ്ട് മനസ്സിലാകുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പൊതുബോധം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് NRC കടന്നു വരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് SIR ഇവിടെ ധൃതി പിടിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവർ വേർതിരിച്ചെടുക്കണം, അങ്ങനെ ഒരു വിഭാഗത്തെ ഇവിടെ നിന്ന് പുറന്തള്ളണം എന്ന ഒരു അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീഡിയകളിലൂടെ ഇങ്ങനെ ഒരു പൊതുബോധം നിർമ്മിച്ചു വെച്ചിരിക്കണം. എന്ത്? ഇവിടെ കുറച്ച് കുഴപ്പക്കാരുണ്ട്, പ്രശ്നക്കാരുണ്ട്, അവർക്കിട്ട പേരാണ് മുസ്ലിങ്ങളെന്ന്. അതുകൊണ്ട് അവരിവിടെ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന രീതിയിലേക്ക് അവരെ ആഖ്യാനിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്നവർ ഒരു ബംഗ്ലാദേശിയാണ് എന്നങ്ങ് വിചാരിച്ചു. ബംഗ്ലാദേശി ആണെങ്കിൽ പിന്നെ കൊല്ലപ്പെടണം എന്നാണ്, പിന്നെ അതിലെന്തില്ല, സംശയമില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. മുസ്ലിം പേരുള്ളവനാണെങ്കിൽ അവൻ കൊല്ലപ്പെട്ടാൽ കുഴപ്പമില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടറിയോ? അതിനെയാണ് ഇസ്ലാമോഫോബിയ നമ്മൾ വിളിക്കുന്നത്. ഈ റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരാൾ പറയണത് ഇതിലെ പോകാൻ പാടില്ല, അവിടെ ഒരു മൂർക്കം പാമ്പുണ്ട്. അപ്പൊ നമ്മൾ തെളിവെന്താ? ഞാനതാ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വേറൊരാളെ കൊത്തിയിട്ടുണ്ട്, അത് അവിടുന്ന് പോയിട്ടില്ല. അയാൾ വസ്തുനിഷ്ഠമായി പറഞ്ഞു തരികയാണ്. അപ്പൊ കുറച്ച് അപ്പുറത്ത് ചെന്ന് വേറൊരാളും പറഞ്ഞു അവിടെ മൂർക്കം പാമ്പുണ്ട്, ആ വഴി പോകാൻ പാടില്ല. അപ്പൊ ഇവിടെയുള്ള മൊത്തം അങ്ങാടികളിലുള്ള ആളുകൾ ആ വഴിയെ കുറിച്ച് നമുക്കൊരു മുൻധാരണ തന്നു. എന്താ? അവിടെ ഒരു പാമ്പുണ്ട്, അതുകൊണ്ട് അതിനെ പോകാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. ഈ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ വഴിയിലൂടെ പോകുമ്പോൾ എന്ത് ശബ്ദം കേട്ടാലും അത് പാമ്പായിരിക്കും. കാരണം അയാൾ ഇത് തലയിൽ വെച്ചിട്ടാണ് പോണത്, ഈ ഒരു ഓർമ്മയോടുകൂടിയാണ് നടന്നു പോണത്. ഇതേപോലെ ഇവിടെ മുസ്ലിം സമുദായത്തെ പറ്റി അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അവർ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവരാണ്, അവർ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളേണ്ടവരാണ് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഇസ്ലാം പേടി, മുസ്ലിം പേടി വിതച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്? അത്തരം ഒരാള് കണ്ടു കഴിഞ്ഞാൽ അവനെ ഇല്ലായ്മ ചെയ്യണം, അവനെ പിന്നെ കൊന്നാ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ. ഇത് എത്രമാത്രം ഗുരുതരമാണ് നിങ്ങൾ ആലോചിക്കും. ആ മനസ്സോടുകൂടിയാണ് രാം നാരായൺ ബഗേൽ എന്ന് പറയുന്ന ഈ ഛത്തീസ്ഗഡുകാരനായ പാവമായ ആ ഒരു സാധുവായ ഇവിടെ ജോലി തേടി വന്ന ആ ഒരു നിഷ്കളങ്കരായ 1-2 ചെറിയ കുട്ടികളുടെ പിതാവായ ആ മനുഷ്യനെ തച്ചു കൊല്ലുന്നതിലേക്ക്, അത് UP-യിലല്ല, കേരളത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു,
ഒരിക്കലും തന്നെ വിദ്വേഷം ഇവിടെ വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിഭാഗീയതയും വിദ്വേഷവും വർഗീയ ധ്രുവീകരണവും കൊണ്ടുവരുന്ന രൂപം ഒരു കാരണവശാലും പാടില്ല. ഈ നുഴഞ്ഞുകയറ്റക്കാരെന്ന പ്രയോഗവും അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ പ്രസവിച്ചു കൂട്ടുന്നവരാണെന്ന പ്രയോഗങ്ങളും ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ സിനിമകൾ ഇന്ന് വൻതോതിൽ മുസ്ലിമീങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ആ രീതിയിലാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ പിറകെയാണ് CAA പോലെയുള്ള നിയമങ്ങൾ, ഏക സിവിൽ കോഡ് പോലെയുള്ള നിയമങ്ങൾ, മുത്തലാഖുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതൊക്കെ അതിന്റെ പിറകെ നിയമനിർമ്മാണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ബഹിഷ്കരണങ്ങൾ, അതേപോലെ തന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ, കോയിനേജുകൾ, പദപ്രയോഗങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലൂടെ കടന്നുപോയി ഒരു സമുദായത്തെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള, വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരിക്കലും തന്നെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ നമ്മളിൽ ആർക്കും ഉണ്ടാകരുത് എന്നതാണ്. ഇസ്ലാം ഏതായിരുന്നാലും അത് അംഗീകരിക്കുന്നില്ല. വിഭാഗീയതയും വിദ്വേഷവും വർഗീയതയും ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഏ ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ വിവിധ ശാഖകളും ഗോത്രങ്ങളുമായി നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് തറവാടിന്റെ പേര് വെച്ചത്, ഗോത്രത്തിന്റെ പേര് വെച്ചത്. അതിന്റെ പേരിൽ അഹങ്കരിക്കുവാനല്ല. പിന്നെ ആരാണ് നിങ്ങളിൽ ഉത്തമൻ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാണ് സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്നാണ്. ഇസ്ലാം എത്ര ലളിതം നിങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെ തറവാടിന്റെ മറ്റു മഹത്വത്തിന്റെ പേരിലൊന്നുമല്ല. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ, പടച്ച തമ്പുരാനെ, റബ്ബുൽ ആലമീനെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് കീഴൊതുങ്ങി ജീവിക്കുന്നത് ആരാണോ അവനാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ. അവന്റെ പേരുകൊണ്ടോ ഭാഷ കൊണ്ടോ മറ്റൊന്നുകൊണ്ടുമല്ല അവൻ വലിയവനാകുന്നത്, അവന്റെ പണം കൊണ്ടൊന്നുമല്ല. ഇത്ര ലളിതമായ ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു ജനതയോടുള്ള അമർഷം ഒരു കാരണവശാലും നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ ഉറച്ചു നിലകൊള്ളണം അല്ലാഹുവിന്റെ മാർഗത്തിൽ. നീതിയുടെ കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും വേണം. വലാ യജ്രിമന്നകും സനആനു ഖൗമിൻ. ഒരിക്കലും തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല, ഒരു ജനതയോട് അമർഷമുണ്ടാകാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അലാ അല്ലാ തഅദിലു, നീതി പാലിക്കാതിരിക്കാൻ. ഒരു ജനതയോട് നിങ്ങൾക്ക് അമർഷമുണ്ട് എന്ന് കരുതി അവരോട് അനീതി കാണിക്കുക എന്നത് ഒരു കാരണവശാലും പാടില്ല. നിങ്ങൾ അവരോട് നീതിയോടുകൂടി വർത്തിക്കണം. അതാണ് ഭക്തിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ, അതുപോലെ കറുത്തവന് വെളുത്തവനെക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ യാതൊരു പോരിശയുമില്ല പടച്ച തമ്പുരാനെ ഓർമ്മിക്കുന്നതിലൂടെ, അഥവാ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എങ്കിലും നമ്മൾ ഒരാള് അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നതനാകുന്നത് അവന്റെ സൂക്ഷ്മത പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്, ഭക്തി പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്.
നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതികളും ഉപജാതികളും മതങ്ങളും ഒക്കെയുള്ള ഒരു ബഹുസ്വര രാജ്യമാണ്. ഇവിടെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു, ആ മതവിശ്വാസം നമ്മൾ പ്രചരിപ്പിക്കുന്നു. എന്നാൽ മറ്റുള്ള മതങ്ങളെയും വിശ്വാസങ്ങളെയും ആളുകളെയും ഉപദ്രവിക്കുകയോ നിന്ദിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി പോകാൻ പാടില്ല എന്നതാണ് ഇസ്ലാം ഒരു മുസ്ലിമിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഒരു രാജ്യമായി മുന്നോട്ട് പോകുമ്പോഴോ അതിനും ഒരു മാതൃകയുണ്ട്. മദീന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അവിടെ ജൂതന്മാരുണ്ട്. ജൂതന്മാരുടെ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വിശ്വാസങ്ങളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്മാരുമായി കരാറുണ്ടാക്കുകയാണ്. എന്താണ് ആ കരാറ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, ആ മതം അനുസരിച്ച് എന്റെ മതം അനുസരിച്ച് ഞാൻ ജീവിക്കും, അത് പ്രബോധനം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ചും ഇവിടെ ജീവിക്കും. എന്നാൽ മദീനയെ ആക്രമിക്കാൻ ഇതിന്റെ അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അവരോട് പ്രതിരോധിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും, നമ്മൾ ഒന്നിച്ചു നിൽക്കും. അവിടെ നമ്മുടെ മതവിശ്വാസം ഒരിക്കലും അതിന് തടസ്സമാവുകയില്ല എന്ന കരാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായി ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയത്. എന്താണ് അതിന്റെ അർത്ഥം? വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുമ്പോൾ തന്നെ ഒരു രാജ്യത്തിന് നേരെ വരുന്ന ഒരു വെല്ലുവിളി, ആ വെല്ലുവിളി വരുമ്പോൾ അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളുക എന്നതാണ്, അതിന് ആ നിരക്ക് രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്ര പാരമ്പര്യം. ആ പാരമ്പര്യം കൃത്യമായി പകർത്താൻ പറ്റിയ ഒരു നാടിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ആപ്തവാക്യമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അഥവാ വ്യത്യസ്തമായ മതങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ആ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിലെല്ലാവരും ഒന്നിച്ചു നിൽക്കുക. അതിനെയാണ് നമ്മൾ മതനിരപേക്ഷ ഐക്യം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള മതനിരപേക്ഷത എന്നത് അതിനെയാണ് നമ്മൾ പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ഇവിടെയുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരിൽ ഒന്നിച്ചു നിൽക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, മതപ്രബോധനം സാമുദായിക സൗഹാർദ്ദത്തിന് ഒരിക്കലും തടസ്സമായി കൂടാ. അതായത് ഇവിടെ ഇപ്പോൾ ഞാനിതാ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതനുസരിച്ച് കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, മദ്രസ ഉണ്ടാക്കുന്നു, പള്ളി ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരിക്കലും തന്നെ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും മറ്റു സമുദായങ്ങളും തമ്മിലുള്ള ഒരു വൈരത്തിന് കാരണമാകുന്ന രീതിയിലുള്ള പ്രബോധനം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അത് മറ്റു മതങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഹിന്ദു മതത്തിന്റെ ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാം, അതുപോലെ ക്രൈസ്തവ മതത്തിന്റെ ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാം. പക്ഷെ അവരുടെ മതവും കാര്യങ്ങളും പ്രചരിപ്പിച്ചും ആചരിച്ചും മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റു മതങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവരും വരാൻ പാടില്ല. അത് കുറച്ചുകൂടി ഇറങ്ങി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത മുസ്ലിം സംഘടനകളുണ്ട്. ആ വ്യത്യസ്ത സംഘടനകളുടെ പേരുകൾ ഞാൻ പറയേണ്ടതില്ല. മൊത്തത്തിൽ മുജാഹിദുകളെന്നും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്നും സുന്നി വിഭാഗങ്ങളെന്നും ഒക്കെ നമ്മൾ പ്രത്യേകമായി പേരിട്ട് വിളിക്കാറുണ്ട്. അതിനൊക്കെ പ്രത്യേകമായ സംഘടനകളുണ്ട്, ഓഫീസുകളുണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും അതൊക്കെ ആശയ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് വേറിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വേറിട്ട് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതെല്ലാം ആരോഗ്യപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും തന്നെ പരസ്പരമുള്ള ഈ പ്രബോധന കാര്യങ്ങൾ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങൾക്ക് ഒരു നിലക്കും വിഘാതമായി കൂടാ എന്നത് തന്നെയാണ്. അത് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് ആധുനികമായി മുസ്ലിം കമ്മ്യൂണിറ്റി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വെല്ലുവിളികളുണ്ട്. അത് CAA തുടങ്ങി അതുപോലെ തന്നെ ഏക സിവിൽ കോഡിലൂടെ കടന്നു വന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അവസാനം SIR വരെ, അതുപോലെ വഖഫ് ഭേദഗതി നിയമത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒട്ടനവധി കരിനിയമങ്ങളുടെ ഒരു വാളിന് താഴെയാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അതൊരു മുജാഹിദിന്റെ മാത്രം പ്രശ്നമല്ല.
അതൊരു ജമാഅത്തുകാരന്റെ മാത്രം പ്രശ്നമല്ല, അതേതെങ്കിലും ഒരു സുന്നി പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അത് മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വെല്ലുവിളികളാണ്, മൊത്തം ഭീഷണികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ അതാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ ഒരിക്കലും തന്നെ ഒന്നിച്ചു നിൽക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സമായി കൂടാ. അതുപോലെ ഇവിടെയുള്ള വർഗീയത, ആ വർഗീയത ഇവിടെ പണം വിടർത്തി അഴിഞ്ഞാടുമ്പോൾ അത് ഭരണകൂട താല്പര്യങ്ങൾ കൂടി ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുമ്പോ അതിനെ എതിരേൽക്കുക എന്നത് ഇവിടെയുള്ള സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളുടെ വിഭാഗത്തിൽ, ക്രിസ്ത്യാനികളുടെ വിഭാഗത്തിൽ, മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ രംഗത്ത് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനൊരിക്കലും തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മതപരമായ പ്രബോധന പ്രവർത്തനങ്ങൾ അതിന് തടസ്സമാകാൻ പാടില്ല. ഇതാണ് ഒരു ആശയം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി അതിന് നേരെ എതിരുണ്ട്. അതെന്താ? സാമുദായിക സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതപ്രബോധനവും തടസ്സപ്പെടാൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സൗഹാർദ്ദം നിലനിൽക്കേണ്ടതാണ്. കാരണം ഇന്ത്യ രാജ്യം ഇന്ന് ഒരു വർഗീയത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വഴക്കടിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികൾ വഴക്കടിക്കാൻ പാടില്ല എന്ന് ഒരുപാട് ഭാഗത്തു നിന്ന് ഇന്ന് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മുസ്ലിം സംഘടനകൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇനി മുസ്ലിം സംഘടനകൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പാടില്ല. ഞാൻ ഇവിടെയാണ് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടത്. അതെന്താണ്? സാമുദായിക സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ഒരിക്കലും തന്നെ ഒരു വിഭാഗത്തിന്റെയും മതപ്രബോധനം ഇന്ത്യ രാജ്യത്ത് തടസ്സപ്പെടാൻ പാടില്ല എന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. ഇവിടെയാണ് പുതിയൊരു രാജപാത നമ്മൾ വെട്ടിത്തെളിയിക്കേണ്ടത്. ഇത് ഒരു നേർത്ത രേഖയാണ്. ഇത് ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ എല്ലാവരും അവനവന്റെ കാര്യത്തിലേക്ക് മാത്രം കടന്നു വന്നുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇല്ലാതെയാക്കി ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്ന് പറഞ്ഞ് കൊല വിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിലോ അതിന്റെ നേരെ എതിരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി വയത് വേണ്ട, ഇനി പ്രസംഗം വേണ്ട, ഇനി തൗഹീദ് പറഞ്ഞ ആകെ പ്രശ്നമാവും, ഇനി സുന്നത്ത് പറഞ്ഞ ആകെ പ്രശ്നമാവും, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബോധന പ്രവർത്തനവും ഒരു പ്രഭാഷണവും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് ഞാൻ ഇപ്പൊ ഈ മൈക്കിൽ പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയ പൊതുബോധ നിർമ്മിതി പ്രകാരം അത് വലിയ ഒഫൻസാണ്, വലിയ തെറ്റാണ്. എന്താ? നിങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല. അതേതാനും വർഷങ്ങളായി ഇവിടെ സിനിമകളിലൂടെ, സെലിബ്രിറ്റികളിലൂടെ, വൈകുന്നേരം നടക്കുന്ന മാധ്യമ ചർച്ചകളിലൂടെ, നോവലുകളിലൂടെ, ലേഖനങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നരേറ്റീവാണെന്ന് നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത്, വിഭാഗീയത ഉണ്ടാക്കുന്നത്, കുഴപ്പമുണ്ടാക്കുന്നത് എന്ന്. അത് പറഞ്ഞ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് അത് നമ്മളത് മാത്രം ശരി എന്ന് പറയാൻ പോണത്, എല്ലാതും ശരി തന്നെയല്ലേ. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ട് എന്ത് പറയും? എല്ലാ പുഴകളും ആ ഭാരതപ്പുഴ ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ എല്ലാ പുഴയും അവസാനം പോയിട്ട് സമുദ്രത്തിലേക്കല്ലേ എത്തുന്നത്. അതേപോലെ ഏത് മതത്തിൽ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ അവസാനത്തിൽ എന്താണ്? മോക്ഷത്തിലേക്കല്ലേ എത്തുക. അതുകൊണ്ട് ഇസ്ലാം മാത്രമേ ശരി എന്നതിനാ നമ്മൾ വാശി പിടിച്ചു പറയേണ്ട കാര്യം എന്ന് ഇവിടെ ഈ ഒരു പൊതുബോധത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് തിരുത്തേണ്ടതാണ്. എന്റേത് മാത്രമാണ് ശരി എന്ന് പറയുന്നതല്ല കുഴപ്പം. ഏതാ കുഴപ്പം? ഏതാണ് വിഭാഗീയത ഉണ്ടാക്കുക? എന്റെ ശരി നിങ്ങളെല്ലാവരും നിർബന്ധപൂർവം കേട്ടിരിക്കണം, എന്റെ ശരി
നിങ്ങൾ എല്ലാവരും നിർബന്ധപൂർവ്വം വിശ്വസിച്ചിരിക്കണം. എന്റെ ശരി നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യും. ഈ ഉന്മൂലന സിദ്ധാന്തമാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ല. ഇപ്പൊ പാർലമെന്റ് ഒരു പുതിയ നിയമം പാസ്സാക്കിയിരിക്കുക. എന്താ നിയമം? നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് ശരിയെന്ന് പറയാം, അത് വിശ്വസിക്കാത്ത ആളുകളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള നിയമം പാസ്സാക്കിയിരിക്കും. അവരെ വെറുക്കാനുള്ള നിയമം പാസ്സാക്കിയിരിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്നാണ്. ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. അതിനെ ആര് അംഗീകരിച്ചു തന്നാലും മുസ്ലിങ്ങൾക്ക് അത് പാടില്ല. എന്നാൽ ഈ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നിർബന്ധമാണ്. അതിന് ഇന്ത്യ രാജ്യത്ത് സാധിക്കണം. അത് സാധിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു എന്നതാണ്. അപ്പൊ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് ഏതാണ്? ഇസ്ലാം മാത്രമാണെന്ന് വിശ്വാസം സ്വീകരിച്ചേ പറ്റുള്ളൂ. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് എല്ലാ പ്രസംഗത്തിന്റെയും എല്ലാ ഖുതുബകളുടെയും ആമുഖത്തിൽ ഇന്ന് പണ്ഡിതന്മാർ ഓതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ ഇതിന്റെ കാകത്തുക എന്ന് പറയുന്നത്? ഇസ്ലാം മാത്രമേ ശരിയൊന്ന് വിശ്വസിക്കൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. അത് വിശ്വസിക്കുക എന്നുള്ളത് ഇനി യുക്തിപരമായി ഭൗതികമായ കോണുകളിലൂടെ നിങ്ങൾ ആലോചിച്ചു എന്തായാലും കുഴപ്പമുള്ളത്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക, നമ്മൾ ഇവിടെ BJP-ക്കാരാകട്ടെ, കോൺഗ്രസ്സുകാരാകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാകട്ടെ, മുസ്ലിം ലീഗാകട്ടെ, ഏതാകട്ടെ, അവരുടെ പ്രത്യയ ശാസ്ത്രം മാത്രമാണ് ശരി എന്ന് അവർക്ക് വിശ്വസിക്കാൻ അവകാശമില്ല. എന്തായാലും കുഴപ്പമുള്ളത്. പക്ഷെ ആ ശരി എല്ലാവരും നിർബന്ധപൂർവ്വം അംഗീകരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഘരാവോ ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ ബുൾഡോസർ കയറ്റി കൊല്ലും. ഈ രീതിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് കുഴപ്പമുണ്ടാകുന്നത്. അല്ലാതെ എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പറയും പിന്നെ വേസ്റ്റ് ആണ് എടുക്കണ പണിയൊക്കെ. പിന്നെ ഒരു പാർട്ടി ഓഫീസ് പോരെ, ഒരു കൊടി പോരെ, ഒരു മാനിഫെസ്റ്റോ പോരെ? എന്തിനാ വ്യത്യസ്ത? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമല്ലേ നമ്മൾ ഈ ഉള്ളത്. ഇനിതാ ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ്. എന്താ മാധ്യമങ്ങൾ തുറന്നാൽ കാണാൻ കഴിയുന്നത്? എന്താണ് വൈകുന്നേരത്തെ മീഡിയ ചർച്ചകളിലെ പ്രധാനപ്പെട്ട ചർച്ച? ഓരോ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള അവരുടെ ആശയങ്ങളും അവരുടെ നയനിലപാടുകളും തമ്മിൽ മാറ്റുരക്കുന്ന ചർച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശരിയാണെങ്കിൽ എന്തിനാണ് വേറിട്ട് നിൽക്കുന്നത്? എന്തിനാണ് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളുള്ളത്? ഈ ചോദ്യം പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്ന് ചോദിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനധികം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിലോ അവരുടെ പ്രമേയത്തെ പിന്താങ്ങുകയോ അവരുടെ നേതാവ് നല്ലയാളാണ് എന്ന് പ്രസ്താവന ഇറക്കുകയോ ചെയ്താൽ അത് വൈകുന്നേരത്തെ ചർച്ചക്കുള്ള ഒരു വലിയ കോപ്പാണ് അല്ലേ? അതിന്മേൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് പാർട്ടി വിടാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാരണമായിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ മതസംഘടനകളാകട്ടെ എല്ലാവർക്കും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായി ശരിയുള്ളത് എന്ന് സ്ഥാപിക്കാൻ അപ്പോഴേ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അപ്പോഴേ അതിനോട് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ആത്മാർത്ഥതയുള്ളത്? വെറുതെ ഒരു പരിപാടി എന്നല്ലാതെ. എന്തിനാ വെറുതെ സമ്മേളനങ്ങൾ? എന്തിനാ വെറുതെ ഓഫീസുകൾ? എന്തിനാ വ്യത്യസ്ത പരിപാടികൾ? എന്തിനാ വ്യത്യസ്ത മുസ്ലിം സംഘടനകളിലേക്ക് വന്നാൽ എല്ലാം ശരിയാണ് എങ്കിൽ, എല്ലാവരും പറയുന്നത് ഒരു റൂട്ടാണ് എങ്കിൽ എന്തിനാണ് വ്യത്യസ്ത പള്ളികൾ ഉണ്ടാക്കുന്നത്? എത്ര പള്ളികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്? എത്ര സമ്മേളനങ്ങളാണ് മുസ്ലിം സംഘടനകൾ വ്യത്യസ്തമായി നടത്തുന്നത്? ഇതൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ആ വ്യത്യാസങ്ങളെ
മനസ്സിലാക്കി അത് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതിന് സഹിഷ്ണുതയോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി അത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ബഹുസ്വരതയുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാതെ ഒക്കെ ഒന്നാണ്, പിന്നെ ഞങ്ങളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ വേറിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥമുള്ളത്? അതല്ല ഇതിന്റെ ശരി, അതല്ല ഇതിന്റെ ആ ഒരു വർത്തമാനം അവസാനം എത്തിപ്പെടുന്നത് അങ്ങോട്ടാണ് എന്നതല്ലേ അർത്ഥം. അപ്പോ യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ ആത്മാർത്ഥമായി എന്റേതാണ് ശരി എന്ന് പറയുമ്പോഴേ എന്തുള്ളൂ അത് ശരിയാകും. അല്ലാതെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കൂല. എന്നാൽ ഇതിന്റെ പേരിൽ മറ്റുള്ള ആളുകളുടേത് ശരിയല്ല എന്ന് പറഞ്ഞ് താറടിക്കാൻ പറ്റുമോ? അവരെ കൊച്ചാക്കി കാണിക്കാൻ പറ്റുമോ? നിന്ദിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അതും ഇസ്ലാം പറയുന്നില്ല, തുസുബ്ബു, നിങ്ങൾ ഒരിക്കലും മറ്റു മതവിഭാഗങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. അത് ആരോഗ്യപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാമെന്ന് മാത്രം. നിങ്ങൾ ഏറ്റവും ഹിക്മത്തോടുകൂടി അതുപോലെ സതുപദേശത്തോടുകൂടി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണം. വളരെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണബദ്ധമായി തെളിവോടുകൂടി തെളിവുത്തരിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിയെ തട്ടിയുണർത്തിക്കൊണ്ട് ആയിരിക്കണം നിങ്ങൾ ഇസ്ലാമികമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടത്. അതേപോലെ തന്നെ ഹസന, സതുപദേശത്തോടു കൂടിയായിരിക്കണം. ഇനിയോ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിലോ ഏറ്റവും മാതൃകാപരമായി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം സംവദിക്കുകയും ചെയ്യാം. അല്ലേ? ആ സംവാദങ്ങളിലൂടെയല്ലേ നമ്മുടെ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത്? ആ സംവാദങ്ങളിലൂടെയല്ലേ നമ്മുടെ കേരള പിറയുണ്ടായിരിക്കുന്നത്? ആ സംവാദങ്ങൾ, ആരോഗ്യപരമായ സംവാദങ്ങൾ ഇവിടെ നിലനിൽക്കണം. അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി ഭരണഘടന ഇതിനെതിരെ നിൽക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഭരണഘടന അടിസ്ഥാനത്തിലാണ്. ഭരണഘടന ഇതിനൊരിക്കലും എതിരെ നിൽക്കുന്നില്ല. ഭരണഘടന പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വാചകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതിന് ഫ്രീഡം ഓഫ് ഫെയ്ത്ത് പറയുന്നുണ്ട്. ഏതൊരു വിശ്വാസവും വിശ്വസിക്കുവാനുള്ള അവകാശം. അതുപോലെ റൈറ്റ് ടു പ്രാക്ടീസ് പറയുന്നുണ്ട്. അത് പ്രയോഗതലത്തിൽ ആചരിക്കുവാനുള്ള വിശ്വാസം. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് പറയുന്നുണ്ട്, പ്രൊപ്പഗേഷൻ പറയുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം. എന്ത് പ്രചരിപ്പിക്കുവാൻ? അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് ഒരു മുസ്ലിമിനെ പ്രഖ്യാപിക്കുവാൻ, അവൻ ഇവിടെ പ്രബോധനം ചെയ്യുവാൻ, അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ, അവൻ 5 നേരം നമസ്കരിക്കുവാൻ, അവനോ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന അവൻ അനുവാദം നൽകുന്നുണ്ട്. അത് അവന്റെ മൗലികാവകാശത്തിൽ ചേർത്ത് കെട്ടിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ആളുകൾ പറയുന്നത് എന്ത്? എന്റേത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞത് വലിയ കുഴപ്പമാകും. ആ പൊതുധാരണയെ ഇല്ലാതെയാക്കണം. എന്നിട്ട് ആദ്യം വേഗം തീവ്രവാദികളാക്കുക. ഇത് പറയുന്ന ആളുകൾ മതമൗലികവാദികൾ എന്ന് പറഞ്ഞ് ബേജാറാക്കുക, അവർ ധ്രുവീകരണം ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുക. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഈ ആശയത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, മതപ്രബോധനം സാമുദായിക സൗഹാർദ്ദത്തിന് ഒരിക്കലും തടസ്സമായി കൂടാ. സാമുദായിക സൗഹാർദ്ദം മതപ്രബോധനത്തിനും ഒരു കാരണവശാലും ഇവിടെ തടസ്സമായി കൂടാ എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നൊരു പുതിയ അജണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അതിന്റെ ആഴത്തിലും പരപ്പിലും നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം വലിയ അപകടത്തിലേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത്. എന്താ അറിയോ? ഇസ്ലാമിനെ പുറത്തുനിന്ന് ആക്രമിച്ചാൽ ഇസ്ലാം ഇല്ലാതെയാവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ശത്രുക്കൾക്കറിയാം, വിമർശകർക്കറിയാം. അതുകൊണ്ട് അതിനെ ഉള്ളിൽ കയറി ഇല്ലാതെയാക്കുകയാണ് എളുപ്പം എന്നാണ് ഇവര് ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനനുസരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവര് അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു തിയറിയാണ് എന്തെന്നറിയോ? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ 2 തരം ആളുകളുണ്ട്. എന്താ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ 2? ഒന്നും പിന്നെ നല്ല മുസ്ലിമും ഒന്ന് ചീത്ത മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ മനസ്സിൽ വേഗം വരിക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അല്ലെ, സക്കാത്ത് കൊടുക്കുക, അങ്ങനെ നല്ല ഇസ്ലാമിക വേഷവും മര്യാദയും കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നവരാണ് നല്ല മുസ്ലിങ്ങൾ തന്നെ നമുക്ക് തോന്നുക. എന്നാൽ അതല്ല ഇവർ നൽകുന്ന ആഖ്യാനം, മറിച്ച് നേരെ തിരിച്ചാണ്. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പുതിയ വ്യാഖ്യാനം എന്താന്ന് ചോദിച്ചാൽ, എവിടെയാണോ എത്തിപ്പെട്ടത് ആ എത്തിപ്പെട്ട സ്ഥലത്തിനനുസരിച്ച് വേഷം മാറുന്ന
ഭാഷ മാറുന്ന, വിശ്വാസം മാറുന്ന, സംസ്കാരം മാറുന്ന ആ മുസ്ലിങ്ങളാണ് നല്ല മുസ്ലിങ്ങൾ. അതല്ലാതെ അവനവന്റെ സ്വത്വത്തിൽ, അവനവന്റെ വ്യക്തിത്വത്തിൽ, അവനവന്റെ വിശ്വാസത്തിൽ, അവനവന്റെ ആദർശത്തിൽ ഏത് സ്ഥലത്ത് ഞാൻ ചെന്നാലും ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ ചീത്ത മുസ്ലിമായി മാറുകയാണ്. ഇതാണ് ഇന്ന് പുതിയ വ്യാഖ്യാനമായി, ആഖ്യാനമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു DJ പാർട്ടി അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ, അതിലാണും പെണ്ണും കൂടിയാടുന്നുണ്ടെങ്കിൽ, അവിടെ മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ, അത് കുടിച്ചുകൊണ്ടാണ് ആർമാദിക്കുന്നത് എങ്കിൽ അതിൽ കൂടി കൊടുക്കണം ഒരു മുസ്ലിം. ഒരു മുസ്ലിം പേരുള്ള പെണ്ണാകട്ടെ ആണാകട്ടെ അതിന്റെ വക്കത്ത് അവൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെണ്ടമേളം കേട്ടാൽ, ആ ആർപ്പ് വിളികൾ കേട്ടാൽ അതിലങ്ങ് ഇറങ്ങി തുള്ളിക്കൊള്ളണം. അതോടൊപ്പം തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് എത്തി ബാങ്ക് കൊടുത്താലോ അതേ ആളെന്നെ പള്ളി കയറിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ വേണം. അപ്പൊ പള്ളിയിൽ വന്നാൽ തൊപ്പിയൊക്കെ ഇട്ട് ഭയങ്കര സംഭവമായിട്ട് പ്രാർത്ഥിക്കണ ചിത്രം. അതേ വ്യക്തി തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള എല്ലാ കൂത്താട്ടങ്ങളിലേക്കും അദ്ദേഹം കടന്നു പോവുകയും ചെയ്യും. അഥവാ അനിസ്ലാമികമെന്ന്, ഹറാമെന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ മാർഗത്തിൽ. ഇപ്പൊ സ്ത്രീകൾക്കിടയിൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടന്നു വന്നാൽ കുറച്ചുകൂടെ വിസിബിൾ ആണ് ആ കാര്യം. ആ കുട്ടികൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം കോളേജുകളിലൊക്കെ ഇന്ന് കാണുന്നത് എന്താ? ഇതുപോലെയുള്ള അനിസ്ലാമികമായ സംഗതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മദ്യപിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ മദ്യപിക്കണം. അതുപോലെ തന്നെ അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇസ്ലാമികമായ ഒരുപാട് ബൗണ്ടറികൾ പറഞ്ഞിട്ടുണ്ട്, അതിരുകളും അരുതുകളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ ആളുകൾ എന്ത് ചെയ്യും? പള്ളിയിൽ വരും. അതേപോലെ തന്നെ ഇസ്ലാമിക വേഷം ധരിക്കും. ഇപ്പൊ ഒരു സിനിമ, അടുത്ത ഒരു സിനിമക്ക് അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടിയ ആ സിനിമയുടെ നായികയുടെ രൂപം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു, മീഡിയകളിൽ കണ്ടിരുന്നു. എന്താ? പർദ്ദയിട്ട്, മഫ്തയിട്ട്, ആ രീതിയിലാണ് അവർ പത്രക്കാരോട് വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ രീതിയിൽ ഒരു ഭാഗത്ത് ജീവിക്കുന്നു, എന്നാൽ അവർ സിനിമയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രീതിയിൽ സിനിമയുടെ വേഷത്തിൽ അവിടെയും ജീവിക്കുന്നു. അപ്പൊ എല്ലാം ഒരു ഭാഗത്ത് ആരാധനാപരമായ കാര്യങ്ങൾ കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇസ്ലാം വിരോധിച്ച വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ മറുഭാഗത്തും കൊണ്ടുപോവുക. അതുപോലെ മതത്തിന്റെ ആഘോഷങ്ങൾ കടന്നു വന്നാലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. അതാണ് അതിന്റെ കാതൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ അടിത്തറ. ആ അടിത്തറയ്ക്ക് വിരുദ്ധമായ ഏതൊരു ആഘോഷമാകട്ടെ, ആചാരമാകട്ടെ, അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ അത്തരം കാര്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, സന്ദർഭങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം എല്ലാം ചേർന്ന് കൊടുക്കണം എന്നതാണ്. അങ്ങനെ ചേർന്ന് കൊടുക്കുന്നവരാണ് നല്ല മുസ്ലിം. എന്നാൽ അതെന്റെ വിശ്വാസത്തിന് പറ്റാത്തതാണ്, ഈ ഭക്ഷണം എന്റെ വിശ്വാസത്തിന് പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് മാറി നിന്നാലോ അവൻ വലിയ കുഴപ്പക്കാരനാണ്, അവൻ തീവ്രവാദിയാണ്, അവൻ അനുഷ്ഠാന തീവ്രവാദിയാണ്. ഇങ്ങനെ ഓരോ പേരിട്ടുകൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ഇന്ന് മുസ്ലിം സമുദായത്തെ, ഇസ്ലാമികമായ വിശ്വാസാചാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ ഒരു മുൾമുനയിൽ നിർത്തി വിചാരണ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് മുസ്ലിമീങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആ വെല്ലുവിളിയെ അഡ്രസ് ചെയ്യുവാൻ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചേ പറ്റൂ. എന്നിട്ട് അല്ലാഹു ഹറാമാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് എങ്കിൽ അത് എനിക്ക് പറ്റില്ലെന്ന് പറയാൻ, നെഞ്ചൂക്കോടുകൂടി പറയാൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് ആരുടെ മുമ്പിലും പകച്ചു നിൽക്കാതെ പറയാനുള്ള കരുത്തുണ്ടാവുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായ നമുക്ക് വേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഖുർആൻ പറയാണ്, ഒരു വിശ്വാസിയാകട്ടെ, ഒരു വിശ്വാസിനിയാകട്ടെ, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു ചോയ്സ് ഉണ്ടാകാൻ പാടില്ല, അവർക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് വേറൊരു നിലപാടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹുവിനും റസൂലിനും അവർ ധിക്കാരം കാണിച്ചാൽ അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ. ഒരു അപരിചിതാവസ്ഥയിലാണ് ഇസ്ലാം
കടന്നു വന്നത് അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അഥവാ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസവും സംസ്കാരവും ഇനി ആരാണോ കൊണ്ടു നടക്കുന്നത്, അവൻ ദീനിന് പുറത്താണെന്ന് പറയുന്ന, അവൻ പുത്തൻവാദിയാണെന്ന് പറയുന്ന, അവൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന, അവനെ ഒരു വിചിത്ര ജീവിയായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ അവസാന കാലമാകുമ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി മടങ്ങി വരുമെന്നാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഏതിൽ കൂടണം, ഏത് മാർഗത്തിൽ നിൽക്കണം? ഈ അപരിചിതരോടൊപ്പം നിൽക്കണോ, അതോ എല്ലാവരും കൂട്ടം കുത്തി ഒഴുകുമ്പോ അതിന്റെ കൂടെ ഒഴുകണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറയാൻ, അതെന്റെ മഹല്ലെതിരാണെങ്കിലും എന്റെ കുടുംബമെതിരാണെങ്കിലും എന്റെ നാടെതിരാണെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയാൾ പട്ടാളമായി കടന്നുപോയ ആ തൗഹീദിന്റെ മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിക്കുക തന്നെ ചെയ്യും എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചു വരാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്താ, ഭക്ഷണ തളികയിലേക്ക് വിശന്ന ആളുകളുടെ ആ കൈകൾ കടന്നു വരുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് നേരെ അവരുടെ ശത്രുക്കളുടെ കൈകൾ നീണ്ടുവരുന്ന ഒരു കാലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാലത്തിന് പ്രത്യേകത? അന്ന് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താ? അവർക്ക് ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും മരണത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പുമായിരിക്കും അന്നുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഭൗതികത അവസാനിപ്പിക്കണം. ഈ ദുരമൂത്ത ഈ ഓട്ടപ്പാച്ചിൽ നമ്മൾ അവസാനിപ്പിക്കണം. ഇന്ന് ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ എപ്പോഴാ നാളത്തെ നേരത്തെ സൂര്യോദയം കാണാൻ നമ്മൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എപ്പോഴല്ല നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി ഓർക്കുക, ഇത് പരീക്ഷണം മാത്രം. ഈ ദുനിയാവ് നല്ല പരീക്ഷണം മാത്രം. നമുക്ക് എന്നും ജീവിക്കാനുള്ളത് പരലോകത്താണ്. വല്ലാഹിറത്തു ഖൈറു മാ ബഖ, ഏറ്റവും നല്ലത് എന്നും ബാക്കിയാകുന്നു പരലോകം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു പരലോകം മുന്നിൽ വെച്ചുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുക. എന്തിനാണ് ഈ കൂടുതൽ കടം വാങ്ങി ആധാരം പണയം വെച്ച് പ്രയാസപ്പെട്ട് കണ്ട ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് എന്നിട്ട് അവസാനം കൂട്ടാത്മഹത്യ ചെയ്ത് ഒരു വലിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ താമസിക്കാൻ ഒരു സമാധാനമില്ലാതെ എവിടേക്കാണ് ഈ നെട്ടോട്ടം, ഈ ഓട്ടപ്പാച്ചിൽ? അതൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഏത് സമയത്തും മരിക്കും, എനിക്ക് പരലോകത്താണ് ജീവിക്കാനുള്ളത്, ഇത് പരീക്ഷണത്തിൻ്റെ ഒരിടം മാത്രമാണ് എന്ന് മനസ്സിലാക്കി പരസ്പരമുള്ള കടിച്ചു കീറലുകൾ ഒഴിവാക്കി, എന്നാൽ നമ്മൾ പറയാനുള്ള ആദർശങ്ങൾ വളരെ മാന്യമായി നല്ല പക്വമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധനം ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ മുൻധാരണയില്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക, കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ വാരികയാണ് നേർപ്പദം എന്ന് പറയുന്ന വാരിക. ആ നേർപ്പദത്തിൻ്റെ പ്രചാരണ മാസമാണിത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് ചേരാത്തവരുണ്ടെങ്കിൽ ചേരണം. ഈ 5 ദിവസം കൂടി കഴിഞ്ഞാൽ അത് അവസാനിക്കണം. 550 രൂപയുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് ക്യാഷ് അടക്കാൻ പറ്റും. അപ്പം തന്നെ അതിൻ്റെ റെസിപ്റ്റും കിട്ടും. നിങ്ങളുടെ വീട്ടിലേക്ക് ആ സാധനം വരും. അത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും വായിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ വിശദീകരിച്ച ഈ ലിബറൽ ആശയങ്ങളും ഈ മതനിരാസത്തിന്റെ ആശയങ്ങളും ഈ തെറ്റായ കാഴ്ചപ്പാടുകളും ഈ പൊതുബോധ നിർമ്മിതികളും നമ്മുടെ മക്കളെ സ്വാധീനിക്കും. അവർ ലിബറൽ സമൂഹത്തിന്റെ കോടാലിപ്പിടികളായി മാറി, ഇസ്ലാമിന്റെ കോടാലിപ്പിടികളായി മാറി. ഇന്ന് എക്സ് മുസ്ലിം എന്ന് പേരിട്ടുകൊണ്ട്, അതുപോലെ ലിബറൽ സമൂഹം എന്ന് പേരിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇസ്ലാമിന്റെ അടിത്തറ വെട്ടിയൊതുക്കുന്നതിന് വേണ്ടി, അതിന്റെ കോടാലിപ്പിടികളായി മുസ്ലിം ജനസാമാന്യത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ മക്കളെ റാഞ്ചിയെടുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പിടികൊടുക്കാതിരിക്കണമെങ്കിൽ വായിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, പഠിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ളതാണ് നേർപ്പദം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ളതാണ് പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ളതാണ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ചർച്ചയുള്ളത്. അതിനു വേണ്ടിയുള്ള പഠനത്തിന്റെ കേന്ദ്രമാണ് ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട്
നിർണ്ണയിക്കാൻ ആവശ്യമായ സംവിധാനത്തിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ യുവാക്കളുടെ സംഘടനയാണ് വിസ്ഡം യൂത്ത് എന്ന് പറയുന്നത്. അതിന്റെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതിന് സ്ത്രീകൾക്കുള്ള സംവിധാനമാണ് വിസ്ഡം വിമൺ എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്കുള്ള പ്രവർത്തനത്തിനുള്ള കേന്ദ്രമാണ് വിസ്ഡം ഗേൾസ് എന്ന് പറയുന്നത്. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരലോകത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഭർത്താവിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ലിബറലിസത്തിന്റെയും മതനിരാസത്തിന്റെയും ഫാഷിസത്തിന്റെയും വേലയേറ്റത്തിനിടയിൽ നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ കുടുംബമാകുന്ന ഈ നൗകയെ പിടിച്ചു നിർത്തുവാനുള്ള പിടിവള്ളിയുടെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാൻ ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.